AICC കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ മാറ്റങ്ങൾ വേണമോ അവിടെയൊക്കെ മാറ്റങ്ങൾ താമസം വിന ഉണ്ടാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള കാര്യം APCC പ്രസിഡന്റിനോട് നാളെ APCCയുടെ പുതിയ ടീം നേതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായി ഒരു സംശയവും വേണ്ട. ഞാൻ അടിവരേക്ഷ വീണ്ടും പറയുന്നു, ഈ പാർട്ടിയെ 2026 ആർക്ക് സംശയം? ഇവിടെ മൂന്നാം ഭരണമൊക്കെ എല്ലാവരും പറയുന്നത് ഒരു സംശയവും വേണ്ട. കേരളത്തിൽ അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള ഉത്തരവാദിത്തമാണ് ഈ ടീമിനുള്ളത്. അതിനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ ഉത്തരവാദിത്തം നമ്മൾ വരും ദിവസങ്ങളിൽ ചിട്ടയായി എണ്ണയിട്ട യന്ത്രം പോലെ നടപ്പിലാക്കും. കൂട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇവിടെ മറ്റു ചിന്തകൾ ഒരു പ്രസക്തിയുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും ടീമിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ്. പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ സുധാകരൻ, പ്രിയപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കേരളത്തിന്റെ ഇൻചാർജ് ശ്രീമതി ദീപാദാസ് മുൻഷി, പ്രസിഡന്റായി ചുമതലയേറ്റ പ്രിയങ്കരനായ ശ്രീ സണ്ണി ജോസഫ്, UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, പുതിയതായി ചുമതലയേറ്റ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം KPCCക്ക് ഒരു നേതൃത്വം, പുതിയ നേതൃത്വം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സുധാകരന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ നന്ദി പറയുകയാണ്. അദ്ദേഹം ഇവിടെ വളരെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കഴിഞ്ഞ 4 വർഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സുധാകരേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. അതെല്ലാം ആത്മവിശ്വാസം തിരികെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് വീണ്ടും അധികാരത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ശ്രീ സണ്ണി ജോസഫ് ഇന്ന് KPCCയുടെ അധ്യക്ഷനായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സൗമ്യമായ മുഖമാണ്, പക്വതയാർന്ന മുഖമാണ് ശ്രീ സണ്ണി ജോസഫ്. വാക്കുകളിലെ അച്ചടക്കവും വാക്കുകളിലെ തെളിമയും വാക്കുകളിലെ ആഴവുമാണ് സണ്ണി ജോസഫിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നിയമസഭയിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവതരിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയും സണ്ണി വക്കീലിനെ എന്ന് വിളിക്കും. അദ്ദേഹം ഏത് സങ്കീർണമായ പ്രശ്നമാണെങ്കിലും അതിമനോഹരമായി ആഴത്തിൽ അത് അവതരിപ്പിക്കും. തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള, സംഘടനാ ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചെയർമാൻ, കാലിക്കറ്റ് സർവകലാശാലയിലെ 77 സിൻഡിക്കേറ്റ് അംഗം, പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, സഹകരണ മേഖലയിൽ എല്ലാം തിളങ്ങി നിന്ന ഒരാളാണ്. ഉജ്ജ്വലനായ അഭിഭാഷകനാണ്, മികച്ച പാർലമെന്റേറിയനാണ്. അദ്ദേഹത്തിന്റെ പക്വതയാർന്ന നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള 100% ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ടീം നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിയമസഭയിൽ 4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കാൻ പോകുന്ന പ്രിയങ്കരനായ എന്റെ സ്നേഹിതൻ ശ്രീ AP അനിൽകുമാർ, നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തമായി മാറിയ മികച്ച സംഘാടകൻ കൂടിയായ പ്രിയങ്കരനായ ശ്രീ PC വിശ്വനാഥ്, പേര് കേട്ടാൽ അപ്പോൾ തന്നെ കയ്യടി ഉയരുന്ന ശ്രീ ഷാഫി പറമ്പിൽ. അങ്ങനെ ഒരു നല്ല നേതൃത്വം KPCC പ്രസിഡന്റ്, കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ആഹ്ലാദം. UDFന് ഒരു പുതിയ കൺവീനർ വന്നിരിക്കുന്നു. അതിനു മുമ്പ് ഒരു കൺവീനർ ഉണ്ടായിരുന്നു, CM ഭാസ്കരൻ, എന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ. ഞാൻ സത്യത്തിൽ അദ്ദേഹം KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി MLA ആകുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ വൈസ് പ്രസിഡന്റായി 1.5 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നു.
ഇപ്പോൾ അദ്ദേഹം, ഞാൻ UDF ചെയർമാനായിരുന്നപ്പോൾ എന്റെ കൂടെ കൺവീനറായി അദ്ദേഹം 4 വർഷം ഇരുന്നു. എന്തൊരു സ്നേഹബന്ധവും എന്തൊരു ഊർജ്ജസ്വലതയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയും. മുഴുവൻ നിങ്ങൾ പറയുന്നു UDF-ൽ കഴിഞ്ഞ 4 വർഷമായി ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ UDF യോഗങ്ങൾ ചേർന്ന 4 വർഷക്കാലമാണ്. എല്ലാ മാസവും എന്നതുപോലെ UDF യോഗം ചേർന്നു. ചെറിയ കക്ഷികളോ വലിയ കക്ഷികളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് CM ഹസൻ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനോട് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന നന്ദിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. മുഴുവൻ UDF ഘടകകക്ഷികൾക്കും വേണ്ടി അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. KC വേണുഗോപാൽ അടൂർ പ്രകാശിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ചെല്ലുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരാളാണ് UDF കൺവീനറായി പുതിയതായി വരുന്നത്. അപ്പൊ സമഗ്രമായ നേതൃത്വമാണ് UDF-ലും കോൺഗ്രസിലും ഉണ്ടായിരിക്കുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ചാർജുള്ള ജനറൽ സെക്രട്ടറി, AICC-യോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നേതൃത്വം ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത് വാർത്ത ഒറ്റക്കെട്ടായി നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്, ശ്രീ K സുധാകരനുണ്ട്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷുണ്ട്. അവരെല്ലാം AICC-യുടെ ഭാഗമായ നേതാക്കളാണ്. കേരളത്തിലുള്ള മുഴുവൻ നേതാക്കൾ, മുൻ പ്രസിഡന്റായ ശ്രീ K മുരളീധരനും അതുപോലെ ശ്രീ MM ഹസനുണ്ട്, ശ്രീ VM സുധീരൻ ഇവിടെ ഉണ്ടായി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. എല്ലാവരും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി കോൺഗ്രസിനകത്ത്, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഒരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത സുശക്തമായ ഒരു 2ാം നിര, ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു 2ാം നിര, ഒരു യുവ നേതൃത്വം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇതിനെ സമഗ്രമായി ഒരുമിച്ച് നിർത്തി വലിയ മുന്നേറ്റം, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷമവും ഉണ്ടാകാത്ത തരത്തിൽ, ഒരു സങ്കടവും വരാത്ത തരത്തിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി. Roji John, another AICC secretary, and all the leaders sitting on the stage and sitting in the auditorium. It is our collective responsibility to take the idealism of Congress to the grassroots level and spread what Rahul ji is saying, nafrat ki bazaar mein main pyar mohabbat dhoondne aaya hu. At the same time, the social justice for which Congress is fighting today. It is not easy to fight LDF and to fight the communal forces in Kerala. But I am sure if each and everyone here we promise today that we will fight to get justice, and we will fight to spread love, we will definitely change the LDF here in Kerala, and we will come into power. We have our mission, we have our passion, we have our vision, and this what will come in Kerala. Today is a very auspicious day. Today, the entire India and also the Asian countries are celebrating Buddha Purnima. It's a day of awakening. It's a day of enlightenment. It's a day of illumination. And we should listen to our inner soul. And we should go with our thoughts, with our idealism. I wish the new committee a great success, and all of us will stand with you and work together and fight all the evils in Kerala and bring back the glory of Congress which Kerala had earlier.
Thank you so much. Jai Hind, Vande Mataram. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും. ഇതില് സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുന്നു. കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്താണ്. അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത്. അതുകൊണ്ട് ബോംബ് മുട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരു 7 പടക്കം പോലും പൊട്ടില്ല. അതുകൊണ്ട് അതായത് പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി. രണ്ടാമത് എനിക്കൊക്കെ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ട്. ഞാൻ സണ്ണിയെയും ഗോവിന്ദൻ മാഷയെയും കുറിച്ചാണ് പറയുന്നത്. കാരണം ഗോവിന്ദൻ മാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സണ്ണി ജോസഫ് DCC പ്രസിഡന്റ്. ഇപ്പൊ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്. അതായത് പറഞ്ഞ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ. ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെല്ലാത്തിനും ഉപരിയായി പണ്ട് ശ്രീ ജയകരുണാകരൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർപ്പിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി 100 മുതൽ 120 വരെയൊക്കെ കിട്ടും. പക്ഷേ ശ്രീ ജയകരുണാകരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും. അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുപ്പിച്ചിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും. ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ 4 വർഷക്കാലം പ്രവർത്തിച്ചു. മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിൽ പലപ്പോഴും അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പൊ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ നടക്കും. കാരണം പല തിരക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നമ്മൾ ഈ സ്ഥാനം. പക്ഷെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നത് നല്ല കാര്യമാണ്. ഒരു തലമുറ മാറ്റാൻ ഞാൻ അത് വേണം. കുറെ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ സ്ഥിരം കണ്ടുപടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുമുട്ടിയിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടാണ്. അത് അടുത്ത അസംബ്ലി ഇലക്ഷനുകൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. അത് ആവശ്യമായിട്ട്. രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം, ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. അതിനത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം. അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക. എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും നല്ല മിടുക്കന്മാരാണ്. പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു. വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തു. അതിനുള്ളിൽ കർണാടകത്തിൽ പ്രവർത്തിച്ചു. പക്ഷെ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അദ്ദേഹത്തിനോടാണ് സ്വകാര്യം ചോദിച്ചത്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എങ്ങനെയിരിക്കും? അവരെ കുറിച്ച് A-Z വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണുവാണ്. പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ്. എത്തേണ്ട സ്ഥാനത്ത് കിട്ടിയത് സന്തോഷമുണ്ട്. പിന്നെ ഷാഫി
ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. പക്ഷെ കൊടിക്കുന്നിൽ ഒരു പ്രശ്നമില്ല. MP എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റിംഗ്, ഒരു സംശയമില്ല. അതിന്റെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു. ഇപ്പോഴത്തെ ഒരവസ്ഥ, എന്റെയൊക്കെ ഒരവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പെൻഷൻ കാശൊന്നും എടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. സുരേഷിനൊക്കെ എപ്പോ വേണമെങ്കിലും പോവാം, സർക്കാരിന് ടിക്കറ്റ് എടുക്കും. അതൊരു ഭാഗ്യം തന്നെ. അതുപോലെ തന്നെ മറ്റ് SLT MLA ആണ്, എടുക്കുന്നൊരു കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. അപ്പൊ നല്ലൊരു ടീമാണ്. ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും. സംശയമൊന്നും വേണ്ട. പിന്നെ സണ്ണി ജോസഫ്, ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ DCC പ്രസിഡന്റ് ആക്കി. കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി. കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ആരാ പറ്റുക. എന്താ സണ്ണി തന്നെ, എന്നുള്ള സംശയം എന്താ, പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാൻ നല്ല രീതിയിൽ ആദ്യം പ്രവർത്തിച്ചു. അപ്പൊ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിപനായിട്ടുള്ള. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു, MLA ആയിരുന്നു. ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകരുത്. സണ്ണിയുടെ കാര്യം നോക്കണം, കേരളത്തിലെ UDFന്റെ കാര്യം നോക്കണം. അങ്ങനെ പോകാൻ കഴിയട്ടെ. അടൂർ പ്രകാശിനെ കുറിച്ച് ഞാൻ പറയണ്ട. പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോൾ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക. പിന്നെ MM ഹസനെ കുറിച്ച് പറയുന്നു. MM ഹസൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നത്, കഴിഞ്ഞ 2018 കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ്, അത് നിശബ്ദരായി നടത്തിയ പ്രവർത്തനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം. ഇത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് 90% അദ്ദേഹം നടന്നു. 10% നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും. പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെ. അപ്പൊ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയമായി. KPCC പ്രസിഡന്റ് ആകാനുള്ള എല്ലാ അർഹതയും പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ കഴിയുന്ന പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ശ്രീ സണ്ണി. ഇവിടെ ശ്രീ മുരളി പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് ശ്രീ K. സുധാകരന്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായിയായിട്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന ശൈലി രാത്രിയും പകലും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിൽ ശ്രീ സുധാകരൻ ഒരു പടക്കുതിരയാണെങ്കിൽ ശ്രീ സണ്ണി ജോസഫ് വളരെ തന്മയത്വത്തോടുകൂടി സമചിത്തത പാലിച്ചുകൊണ്ട് ഒരു ഗാന്ധിയൻ സമീപനത്തോടുകൂടി മാർക്സിസ്റ്റുകാരെ നടത്തുകയാണായി. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അത്രമാത്രം ചാതുര്യം. ഇവിടെ ശ്രീ പ്രതിപക്ഷേതാവ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആഴം, അദ്ദേഹത്തിന്റെ സൗമ്യത, അദ്ദേഹത്തിന്റെ ഇതെല്ലാം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരമ്പര്യം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കൈമുതലാണ്. അതുപോലെ തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, 3 പേരും ശരിക്കും 2 പേരും പടക്കുതിരകളാണ്, അർത്ഥമില്ല. ഷാഫി പറമ്പിലും ശ്രീ വിഷ്ണുനാഥ്, ശ്രീ അനിൽകുമാർ, ശ്രീ നമ്മുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പറ്റിയ ഒരു സഹപ്രവർത്തകരാണ്. 2 പേരും ഏതാണ്ട് ഒരേ പ്രവർത്തന ശൈലിയാണ്. സൗമ്യതയാണ്, വളരെ ശാന്തനാണ്.
പക്ഷെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഈ രണ്ട് പടക്കുതിരകളും കൂടി ഈ വളരെ സൗമ്യനും ശാന്തനുമായ ശ്രീ സണ്ണി ജോസഫിനും അനിൽകുമാറിനോടൊപ്പം നമ്മുടെ പാർട്ടിക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നയിക്കുമ്പോൾ നമ്മുടെ താരമഴിഞ്ഞ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു, ഒരു പടക്കുതിരയെ പോലെ ഈ സർക്കാരിനെ എതിർക്കാനുള്ള പോരാട്ടത്തിൽ ഞാനും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പൊ 3 പടക്കുതിരകൾ ഒരുമിച്ചുള്ള ഒരു പോരാട്ടം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. അതുപോലെ UDF കൺവീനറായ ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പിച്ച വിജയം നേടിയെടുത്തുകൊണ്ട് ഇപ്പോ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്ന ചുമതല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് മുഴുവൻ 100 സീറ്റാണ് UDF ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 101 സീറ്റാക്കി അദ്ദേഹത്തിന്റെ കൂടി സീറ്റാക്കി 101 സീറ്റ് ജയിച്ചു വരാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ആളുകളാണ്. ഇവർക്കെല്ലാവർക്കും ഒരു പുതിയ ടീം വന്നിരിക്കുന്ന, ഒരു പുതിയ അന്തരീക്ഷം, ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. മുരളി പറഞ്ഞതുപോലെ ഞാൻ അതിന് വ്യാഖ്യാനമൊന്നും നൽകുന്നില്ല, ഒറ്റക്കെട്ടാണ്. കെട്ട് കെട്ടുമ്പോൾ ഒന്നും ഒരു ചുള്ളിക്കമ്പ് പോലും പുറത്തു പോകാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തെ UDFിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയില്ല, നമുക്ക് ജീവൻ നിലനിർത്തണം. പുതുജീവൻ നേടിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ വരണം. അതിനുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന് ഈ പുതിയ ടീമിന് കഴിയട്ടെ. എല്ലാവിധ പിന്തുണയും ആശംസകളും നൽകുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അതുപോലെ AICC ജനറൽ സെക്രട്ടറി, ഇവരൊക്കെ രമേശില്ല. ഞാൻ ഇന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ ഏത് സ്ഥാനത്ത് നിന്നും മാറുമ്പോഴും സംതൃപ്തനായിട്ടാണ് മാറുന്നത്. ഇന്ന് UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ APCCയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ പടി കയറുകയാണ്. ഇനി എന്റെ ആരും മുൻ UDF കൺവീനറെ എന്ന് വിളിക്കരുത് എന്നൊരു അപേക്ഷ രമേശ് ചെന്നിത്തല പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇനി ഞാൻ അറിയപ്പെടുന്നത് ഇന്ന മേൽവിലാസത്തിലാണെന്ന് പറയും പോലെ APCCയുടെ മുൻ പ്രസിഡന്റ് എന്ന് നിലയ്ക്കാണ്. കുറച്ചുകൂടി നല്ലത് പറയാനായതുകൊണ്ട് ഞാൻ അതിലേക്ക് പടി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം, ഈ ടീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറാം. എല്ലാ ആശംസകളും പുതിയ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ ചേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. தலைமை தாங்கும் அகில இந்திய காங்கிரஸ் கமிட்டியின் பொதுச் செயலாளர் மரியாதைக்குரிய KC வேணுகோபால்ஜி அவர்களே, கேரள சுமதலை மரியாதைக்குரிய தீபாதாஸ் முன்சிஜி அவர்களே, இங்கே மேடையில் அமர்ந்திருக்கும் திரு சுதாகரன்ஜி அவர்களே, பிரதிபக்ஷ நேதா ஸ்ரீ VD சதீஷன்ஜி அவர்களே, முன் பிரசிடென்ட் VM சுதீரன்ஜி அவர்களே, MM நசீர் அவர்களே மற்றும் அனைத்து நேதாமார்களையும் என்னுடைய வணக்கங்களை தெரிவித்துக் கொண்டு, இந்த கடந்த 4 ஆண்டுகளாக மிக சிறப்பாக பணியாற்றிய முன் KPCC பிரசிடென்ட் திரு சுதாகரன்ஜி அவர்களுக்கும், அவரை சார்ந்த வர்க்கிங் பிரசிடென்ட் திரு கொடுக்குணல் சுரேஷ்ஜி அவர்களுக்கும், திரு பிரதாபன்ஜி அவர்களுக்கும், திரு சித்திக்ஜி அவர்களுக்கும் என்னுடைய மனமார்ந்த வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன். புதிதாக இன்று பதவியேற்கும் திரு சன்னி ஜோசப் அவர்களுக்கும், வர்க்கிங் பிரசிடென்ட் திரு விஸ்வநாத் அவர்களுக்கும், திரு அனில்குமார் அவர்களுக்கும், திரு ஷாபி பரம்பல் அவர்களுக்கும், UDF கன்வீனராக பொறுப்பேற்கும் திரு அடூர் பிரகாஷ்ஜி அவர்களுக்கும் என்னுடைய மனமார்ந்த நன்றிகளையும் வாழ்த்துக்களையும் தெரிவித்துக் கொண்டு, இன்று புத்த பூர்ணிமா என்பதால் ஒரே ஒரு வார்த்தையை மட்டும் சொல்லிக் கொண்டு நான் முடித்துக் கொள்ள விரும்புகிறேன். புத்தர் கூறினார், there are 3 things which cannot be hidden for a long time. 1 is the sun, 2 is the moon, and 3 is the truth. இந்த சூரியனையும் நிலாவையும் உண்மையையும் நீங்கள் வெகு நாட்களாக மறைத்து வைக்க முடியாது. வருகின்ற நாட்களில்
சன்னி ஜோசப் ஜியுடைய டீம் என்பது டுகெதர் எவரிபடி அச்சீவ்ஸ் மிஷன் 2025 அண்ட் மிஷன் 2025-26 என்று கூறிக்கொண்டு நாம் அனைவரும் ஒத்த கட்டாய் ஐக்கிய ஜனாதிபதி முன்னணியை திருச்சி வெற்றி பெற செய்வோம் என்ற ஒரே குறிக்கோளோடு நாம் முன்னோக்கி செல்வோம் என்று கூறி வந்திருந்த அனைவருக்கும் என் நன்றியை தெரிவித்துக் கொண்டு நன்றி, நமஸ்காரம், ஜெய் ஹிந்த்.